ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷിയൊക്കെ നമ്മൾ പല രീതിയിൽ ചെയ്തായിരുന്നു അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൃഷിയാണ് തക്കാളി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരത് കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി തക്കാളി വിത്തില്ലാത്തവർക്കോ തക്കാളി തൈ കിട്ടാത്തവർക്കോ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് കൃഷി ചെയ്യാവുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നല്ലതുപോലെ പിടിക്കുന്നതായ മാതൃസസ്യത്തിൽ നിന്നും എങ്ങനെയാണ് മറ്റൊരു ചെടിയെ നമ്മൾ വളർത്തിയെടുക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെറസിലോട്ട് പോയിട്ട് വരാം. ഒന്ന് ചരിച്ച് വെട്ടണേ. നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കണം. ഇതിപ്പം പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായി വരുന്നതാണിത്. നമുക്കൊണ്ടൊന്ന് കുഴിച്ചിടാം. ഇത് നമുക്കിനി കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ തക്കാളിയുടെ കുടിയെല്ലാം പോയി കേട്ടോ, ആ തലമുറ പോയി കഴിഞ്ഞു. എന്നിട്ടും പാവുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഇത്രയും ഉണങ്ങിയിട്ടും അതിൽ നിന്ന് അത്യാവശ്യം തക്കാളി നമുക്ക് കിട്ടുന്നുണ്ട്. കുറേ നമ്മുടെ ആദ്യകാലത്തെ തക്കാളി ആയിരുന്നു. ആദ്യത്തെ വീഡിയോ നോക്കുമ്പോൾ അറിയാം, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ തക്കാളി ചെടി. ഇതിന് അമ്മ ചെടിയിൽ നിന്നും കുഞ്ഞിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ മാതൃസസ്യത്തിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം കണ്ടല്ലേ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തതിനെ നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ, ഒരു പാത്രത്തിനകത്തോ ഗ്ലാസ്സിനകത്തോ നമ്മൾ വെള്ളത്തിനകത്ത് ഇറക്കി വയ്ക്കണം. അതേപോലെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. അതിനകത്ത് ചെറുതായിട്ട് വേര് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 4 ദിവസമായിരുന്നു ഇത് കട്ട് ചെയ്ത് വെള്ളത്തിൽ കൊണ്ടുവച്ചിരുന്നിട്ട്, കണ്ടില്ലേ. അപ്പോൾ നല്ലതുപോലെ അതിനകത്ത് വേരൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങി. ഡയറക്റ്റ് മണ്ണിൽ വെച്ചാലും ഇതങ്ങ് കിളിച്ചോളും, കുഴപ്പമില്ല. കാരണം നമ്മൾ ആദ്യം തക്കാളി നട്ടപ്പോഴോ ഒരു 4 മൂടായിരുന്നല്ലോ നട്ടത്. അപ്പോൾ ഒരെണ്ണാണെങ്കിൽ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്ത് മണ്ണിൽ അപ്പം തന്നെ ഡയറക്റ്റ് കുത്തിയങ്ങ് വെച്ചപ്പോൾ അത് നല്ലതുപോലെ കിളിച്ചു വരികയും ചെയ്തു, നല്ലതുപോലെ കാ പിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാണ് വെള്ളത്തിൽ കൊണ്ടിട്ടപ്പോൾ നല്ലതുപോലെ വേര് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് നോക്കി. ഇപ്പം നിങ്ങൾക്ക് ഇനി വിത്തില്ലെങ്കിലും തൈയില്ലെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ തക്കാളി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പിടിപ്പിച്ചെടുത്താണ്ട് ഒരു തക്കാളി തൈയാണ് ഈ നിൽക്കുന്നത്. പൂവൊക്കെ വരാനായിട്ട് തുടങ്ങുന്നതിനകത്ത് ഇനി അരിയിട്ട് കിളിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കിത് എങ്ങനെയാണ് കുഴിച്ചിടുന്നത് നോക്കാം. അപ്പം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതായ ഒരു ഗ്രോ ബാഗാണിത്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് മണ്ണിനകത്ത് ഡയറക്റ്റ് ചെയ്തതിനൊക്കെ നല്ലത് സ്വല്പം ചകിരിച്ചോറ് നമ്മൾ ആ കുഴിക്കകത്തോട്ട് നമ്മൾ കൈ കൊണ്ട് സ്വല്പം ഒന്ന് മാന്തിയിട്ട് ഇതിലോട്ട് ഞാൻ സ്വല്പം ഒരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയിലോട്ട് സ്വല്പം ചകിരിച്ചോറാണ് ഇടുന്നത്. ചകിരിച്ചോറിട്ടിട്ട് കൊക്കോപ്പിറ്റ് അതിനകത്തോട്ട് നമുക്ക് ഈ തണ്ട് ഇറക്കാം. സ്വല്പം ഈ ഇലകളങ്ങ് മാറ്റിയേക്കാമേ. കല്ലും പുറത്ത് നമ്മൾ വെക്കുന്നതിനേക്കാൾ നല്ലത് ഈ സോഫ്റ്റായിട്ടുള്ള ചകിരി ചോറിനകത്തോട്ട് വെക്കുമ്പോൾ ഇത് കിളിച്ചു. ഞാൻ 2 കൊമ്പും കൂടെ ഒരുമിച്ചങ്ങ് വെക്കുക. ഇത് ഞാൻ വെട്ടി വെച്ചപ്പോഴൊരു മൊട്ട് മാത്രമായിരുന്നു, വിരിഞ്ഞു. അപ്പോൾ 2 കമ്പും കൂടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് കിളിച്ച് വരുന്നുണ്ടോന്ന് നോക്കാം. കിളിച്ച് വരും, തീർച്ചയായിട്ടും കിളിച്ച് വരും. ഞാൻ വെച്ചപ്പോൾ എന്താണ്ട് ഒരു മുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഇതൊരു മുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ വെള്ളത്തിൽ കിടന്നാണ് ഇത് പൂവൊക്കെ വിരിഞ്ഞത്. നമുക്ക് വെള്ളത്തിൽ ഇടാതെ തന്നെ നമുക്കിത് കുഴിച്ചിട്ട് നോക്കാം. ഇത് വെള്ളത്തിൽ ഇടുന്നില്ല. എല്ലാ രീതിയിലും നമുക്ക് പരീക്ഷിക്കണ്ട. ഇതിൽ നമുക്കൊരു കുഴി എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് സ്വല്പം ചകിരിച്ചോറിട്ട് കൊടുക്കാം. മണ്ണും ചകിരിച്ചോറിൻ്റെയും കളറെല്ലാം ഒരുപോലെ ഇരിക്കുക. ഇതിലോട്ട് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. വെള്ളം എന്ന് പറയുന്നത് വെറും വെള്ളമായിരുന്നു കേട്ടോ, പച്ച വെള്ളമായിരുന്നു. അതൊന്നും ഇട്ടില്ല. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ
എങ്ങനെ ഇട്ടിരുന്നാലും കിളിക്കും. ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. നമുക്കിത് 2 ദിവസം തണലത്തോട്ട് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി. ഒരാഴ്ച കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കൂടെ വളർന്നു, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. പൂവൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ ഈ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ക്യാമറ എടുത്ത ഉടനെ ഞങ്ങളുടെ ബ്രൂണോ ആണെങ്കിലും കോഴിയാണെങ്കിലും അങ്ങനെ തുടങ്ങും കേട്ടോ. അവർക്കും എന്താണെന്നറിയത്തില്ല, അവർക്കും എല്ലാവരെയും ഞങ്ങളുടെ സൗണ്ടൊക്കെ കേൾപ്പിക്കണമെന്നാണ് തോന്നുന്നത് ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തക്കാളിയുടെ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഫേസ്ബുക്ക് പേജിൽ മാത്രമല്ല, യൂട്യൂബിലും മാത്രമല്ല, ഇനി എൻ്റെ വീഡിയോസൊക്കെ ട്രെൽ എന്ന ആപ്പിൽ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.